മേടിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർട്ടർ മോട്ടർ അടിച്ചു പോയി. സ്റ്റാർട്ടർ മോട്ടർ അടിച്ച് പോയിട്ട് ഒരു അടുത്ത സ്റ്റാർട്ടർ മോട്ടർ വെച്ച് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആ അടുത്ത് വെച്ച സ്റ്റാർട്ടർ മോട്ടർ അടിച്ചു പോയി. പിന്നെയാണ് എനിക്ക് ടി വി ഷോറൂമിൽ ചോദിച്ചാൽ പറഞ്ഞത് ചൈന മേക്ക് സ്റ്റാർട്ടർ മോട്ടറാണ്. ഈ ബൈക്കിന് ചൈന മോഡലാണ് സ്റ്റാർട്ടർ മോട്ടർ വരുന്നത്. അതൊരു 1 വർഷം ഓടിയാലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഗ്യാരണ്ടി. പിന്നീടുണ്ടായിരുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ. ഞാനിതുപോലെ ലോങ് ഒരു ദിവസം വയനാട് വരെ പോയി. പോകുന്ന വഴിക്ക് വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി. ഞാൻ പുതിയ ആക്സിലേറ്റർ കേബിൾ ആയിരുന്നു എങ്കിൽ പോലും പൊട്ടിപ്പോയി. കാരണം വെച്ചാൽ നോർമൽ ബൈക്ക് പോലല്ല, ആക്സിലേറ്റർ കേബിൾ വന്നിട്ട് രണ്ട് ആക്സിലേറ്റർ കേബിൾ വന്നിട്ട് ഒന്നായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഇരിക്കുന്നത്. അത് നമ്മൾ ചിലപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് റിലയബിലിറ്റി ഇഷ്യൂസ് ശരിക്കും ഉണ്ടായിരുന്നു ബൈക്കിന്. പക്ഷേ ഒരു സ്റ്റണ്ടിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സറിഞ്ഞ് ബൈക്ക് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ബൈക്ക് എന്നും വെർത്തായിരുന്നു. അന്നും വെർത്താണ്, ഇന്നും വെർത്താണ്. അപ്പാച്ചി ദ ഹാൻഡ്ലിംഗ് കിങ് എന്ന് തന്നെ ഞാൻ പറയും.